ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗണോമെട്രി റേഷ്യോസ് കുറിച്ച് പറഞ്ഞിരുന്നു. അത് നമ്മൾ പ്രോബ്ലംസും ചെയ്യിച്ചു. നമ്മൾ ഇത്രയും ദിവസവും കണ്ടിരുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് CBSE ക്വസ്റ്റ്യൻ 3 മാർക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: if sin theta is equal to 3/5, evaluate cosec theta minus cot theta divided by 2 cot theta. നമ്മൾ നേരത്തെ ഇതിന്റെ ഒരു ട്രിക്ക് നമ്മൾ പറഞ്ഞിരുന്നു. സൈഡ്സ് ഒക്കെ ഓർക്കാനായിട്ട് OA നമുക്കറിയാലോ. ഇത് ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് തെറ്റാതെ കണക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് സൈൻ ആണ്, ഇത് കോസ്, ഇത് ടാൻ. നമുക്ക് തന്നിരിക്കുന്നത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 3/5. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നോക്കുക, സൈൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് എടുക്കാം, ഇത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ടും എടുക്കാം, അല്ലേ? ഇനി നമുക്ക് ഇത് വെച്ചും കൊണ്ട് പിക്ചർ ചെയ്യാം. ABC നെയും കൊടുക്കുക. 90 ഡിഗ്രി ആണ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. ഇനി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്, അതായത് ഇത് തീറ്റ ആയിട്ട് കൊടുക്കാം. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് BC ആണ്, അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 3A. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് നോക്കാം. ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, അത് AC is equal to 5 ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? അഡ്ജസന്റ് സൈഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നേരത്തെ കണ്ടു, നമ്മൾ പൈതഗോറസ് തിയറി ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് AB ആണ്. AB സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെയാണ്? AC സ്ക്വയർ മൈനസ് BC സ്ക്വയർ, അല്ലേ? AC സ്ക്വയർ നമുക്കറിയാം ഏതാണ്? 5 സ്ക്വയർ. BC സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? 3 സ്ക്വയർ, അല്ലേ? അപ്പൊ 25 മൈനസ് 9 ഈസ് ഈക്വൽ ടു എത്ര വരും? 16. AB സ്ക്വയർ 16 ആണെങ്കിൽ AB ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ഈസ് ഈക്വൽ ടു എത്ര വരും? 4. നമുക്ക് ഇത് 4 എന്നും കിട്ടി. അപ്പൊ നമുക്ക് AB BC AC 3 സൈഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. AB ഏത് കിട്ടി? 4, BC 3, AC എത്രയാണ്? 5, അല്ലെ? ഇനി നമുക്ക് കൊസീക് തീറ്റ. കൊസീക് തീറ്റ എന്താന്ന് നോക്കാം. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ സൈനിന്റെ റെസിപ്രോക്കൽ ആണ്. സൈനിന്റെ റെസിപ്രോക്കൽ, അതായത് ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ കൊസീക് തീറ്റ വരുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്, അല്ലെ? ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 5, അതായത് AC ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ BC ഈസ് ഈക്വൽ ടു, AC ഏതാണ്? 5, BC ഏതാണ്? 3. അത് നമ്മൾ കോസീക് തീറ്റ എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി കോട്ട് തീറ്റ നോക്കണം. കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട് എന്ന് പറയുന്നത്. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം കോട്ട് വരുമ്പോ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് ഏതാണ്? നമുക്ക് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് ഏതാണ്? 4, അതായത് AB ബൈ ഓപ്പോസിറ്റ് സൈഡ് BC ഈക്വൽ ടു എത്ര വരും? അഡ്ജസന്റ് 4, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3, അല്ലേ? അപ്പൊ 4/3. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. കോസിക് തീറ്റയുടെ വാല്യൂ എത്രയാണ്? 5/3 അല്ലേ? 5/3 മൈനസ് കോട്ട് തീറ്റയുടെ വാല്യൂ 4/3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോട്ടീറ്റ എന്ന് പറഞ്ഞാൽ 4/3 അല്ലേ? അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇതിന്റെ LCM കണ്ടുപിടിക്കേണ്ടതില്ല, കാലത്ത് ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് 5ന്ന് 4 പോയാൽ 1 3 നോക്കിയേ, 2 ഇൻറ്റു 4 8 8/3. നമുക്ക് ഈ 3യും 3യും കട്ട് ചെയ്ത് പോയി ആൻസർ കിട്ടുന്ന 1/8 ആണ്. അപ്പൊ നമുക്ക് ഈ സൈൻ തീറ്റ 3/5 ആണ്. കോസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ഡിവൈഡ് ബൈ 2 കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1/8. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേറൊരു കാര്യം കൂടി, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം. താങ്ക് യു.